ഒരു സിന്ദൂരപ്പൊട്ടിൻ്റെ ചാരുതയാണ് കൊല്ലൂരിലെ ശ്രീ മൂകാംബികാ ദേവിക്ക്. ഒരു കുങ്കുമത്തരിയിൽ ഉണരുന്ന മാതൃലാവണ്യം. അമ്മ വരവേൽക്കുന്നു. അമ്മയെല്ലാം ലയിപ്പിക്കുന്നു. ജന്മാന്തരങ്ങളുടെ സുഹൃത സഞ്ചയത്തിൽ ആ സന്നിധി പോകുന്നവർ ഈറൻമിഴികളോടെ, ആർദ്ര മാനസങ്ങളോടെ ആ കരുണാമൃതം നുകരുന്നു. കൊല്ലൂരിലെ ശ്രീ മൂകാംബിക, സിന്ദൂര തിലകാഞ്ചിത, പഞ്ചാശൽ പീഠരൂപിണി എന്നുമെന്നും വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. രാവിൻ്റെ വിനിദ്രയാമങ്ങളെ പിന്നിട്ടുകൊണ്ട് നാടുകളും നഗരങ്ങളും കാടുകളും കടന്ന് കൊല്ലൂരിലെത്തുമ്പോൾ പ്രഭാതമായിരുന്നു. പതിവ് പോലെ ആ വിശ്വമാതൃത്വം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അമ്മ വിളിക്കും. അപ്പോൾ നാം ഇറങ്ങി പുറപ്പെടണം. എങ്കിൽ മാത്രമാണ് കൊല്ലൂരിൽ കാലെടുത്ത് കുത്താനാകൂ. ആ അനുഗ്രഹസ്പർശം ഹൃദയത്തിലേൽക്കുമ്പോൾ പിന്നെയാകാം എന്ന് നനയ്ക്കരുത്. അതൊരു വരപ്രസാദത്തിലേക്കുള്ള ക്ഷണമാണ്. കേരളത്തിൽ നിന്ന് 8-ാം നൂറ്റാണ്ടിൽ 8 വയസ്സുള്ളപ്പോൾ ആത്മാന്വേഷണത്തിന് ഇറങ്ങിത്തിരിച്ച ജഗദ്ഗുരു ആദിശങ്കരന്റെ പാദസ്പർശം കൊണ്ട് പുളകമണിഞ്ഞ അനുപമ സന്നിധി. കുടജാദ്രി മലനിരകൾക്ക് മുകളിൽ ചെന്നിരുന്ന് തപം ചെയ്ത് ആചാര്യസ്വാമികൾ അമ്മയെ പ്രസാദിപ്പിച്ചു. കേരള നാട്ടിലേക്ക് കുടജാദ്രിക്കുന്നിലെ തേജസ്സിനെ ക്ഷണിച്ചു. ആചാര്യസ്വാമികളുടെ ക്ഷണം അമ്മ സ്വീകരിച്ചു. കാലടിയിൽ നിന്നെത്തിയ മഹാജ്ഞാനിയുടെ കാലടികളെ പിന്തുടർന്ന് ജഗദംബിക കുന്നിറങ്ങി. എന്നാൽ ഇടയ്ക്കെവിടെയോ വച്ച് മഹാദേവിയുടെ പതന ശബ്ദം കേൾക്കായകയാൽ ആചാര്യസ്വാമികൾ തിരിഞ്ഞു നോക്കി. അതോടെ അമ്മ കൊല്ലൂരിലെ വിഗ്രഹത്തിൽ ലയിച്ചു. ശ്രീശങ്കരന് പക്ഷേ അമ്മ ഒരു വാഗ്ദാനം നൽകി. നിർമാല്യത്തിന് ജ്ഞാനാംബികയായി ദേവി ചോറ്റാനിക്കരയിൽ എത്തും. ഇന്നും ചോറ്റാനിക്കരയിലെ നിർമാല്യത്തിന് ശേഷം മാത്രമാണ് മൂകാംബികയിലെ നട തുറക്കുക. ശങ്കരാചാര്യസ്വാമികൾക്ക് കൊല്ലൂരമ്പലത്തിലെ ശ്രീകോവിലിന് പിറകിലും കുടജാദ്രിമലയുടെ ഉത്തുംഗ ശൃംഗത്തിലും നിത്യസ്ഥാനം നൽകിയിരിക്കുന്ന കാഴ്ച ഏതു ഭക്തഹൃദയത്തിലാണ് ഉൾപ്പുളകം ചാർത്താത്തത്? കൊല്ലൂരിലേത് സാക്ഷാൽ ആദിപരാശക്തിയാണ്. ദുർഗാ പരമേശ്വരിയാണ്, ലളിതയാണ്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഭാവങ്ങളിൽ ഇവിടെ അമ്മ വിരാജിക്കുന്നു. അമ്മ മഹിഷാസുരമർദ്ദിനിയാണ്, കംഹാസുര നിഗ്രഹയാണ്. കംഹാസുരനെ മൂകാസുരനാക്കിയ മൂകാംബിക.
ശ്രീലകത്തെ സ്വയംഭൂലിംഗത്തിൽ ഒരു പകുതിയിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും മറുപകുതിയിൽ ത്രിമാതൃത്വങ്ങളും കുടികൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു അപൂർവ ആധ്യാത്മിക സ്ഥലിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മഹത്തരമായ ശാക്തേയ ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നായ ശ്രീ മൂകാംബിക ക്ഷേത്രം സാധകർക്ക്, യോഗികൾക്ക്, ഭക്തർക്ക് ആശ്രയത്തിൻ്റെ ഔന്നത്യമാണ്. മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പ്രവേശിക്കുന്ന ഭക്തർ ആദ്യം ക്ഷേത്രത്തിന് പുറത്ത് കിഴക്ക് ഭാഗത്തുള്ള വലംപിരി ഗണപതിയെ വന്ദിക്കണം എന്നാണ് വിശ്വാസം. വിഘ്നേശ്വരനെ വന്ദിച്ച് മനോഹരമായ കിഴക്കേ ഗോപുരവാടത്തിലൂടെ മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കാം. ഘണ്ഠാനാദങ്ങളും തുടിയും കുഴലുമെല്ലാം അമ്മയുടെ സ്മരണങ്ങൾ നടത്തുന്നുണ്ടാകും. തൊട്ടുമുൻപിൽ നീലാകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ദീപ്തമായ ദീപസ്തംഭവും അതിനരികിലായി കന്നഡ മാതൃകയിലുള്ള ധ്വജസ്തംഭവും കാണാം. വലതുവശത്തായി വീരഭദ്രന്റെ പ്രതിഷ്ഠയുണ്ട്. കൊല്ലൂരംബികയുടെ സംരക്ഷണ സ്ഥാനം അലങ്കരിക്കുന്ന വീരഭദ്രസ്വാമിയെ വന്ദിച്ചതിന് ശേഷം വേണം അമ്മയുടെ ദർശന സൗഭാഗ്യം നേടാൻ. ക്ഷേത്ര സമുച്ചയത്തിൽ വേറെയും ധാരാളം ഉപദേവതമാരുണ്ട്. കാർത്തികേയൻ, ചന്ദ്രമൗലീശ്വരൻ, മഹാദേവന്റെ മറ്റു പ്രതിഷ്ഠകൾ, ആഞ്ജനേയസ്വാമി, ശ്രീകൃഷ്ണൻ, നാഗദൈവം, ഇങ്ങനെ പോകുന്നു ഉപദേവതമാർ. ക്ഷേത്രനടയുടെ ഇടതുഭാഗത്ത് സരസ്വതി മണ്ഡപമുണ്ട്. ഇവിടെ ശ്രീ മൂകാംബികാദേവിയെ സരസ്വതി ആരാധനയ്ക്കായി കൊണ്ടിരുത്തുന്നു. കലാത്മികയായ അമ്മയ്ക്ക് മുൻപിൽ നിരവധി കലോപാസകർ ഭക്തമനസ്സുകൾ നിത്യവും പാടുന്നു, ആടുന്നു, കീർത്തനാലാപങ്ങളിൽ മുഴുകുന്നു. ഹൃദയച്ചിമിഴിലേക്ക് അമ്മ പകർന്ന വെളിച്ചത്തെ ആ പാദങ്ങളിൽ, ആ തിരുനടയിൽ സമർപ്പിച്ച് നിർവൃതി നേടുന്നു. ക്ഷേത്രത്തിന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഇടതോരത്തായി ഹവനമണ്ഡപം കാണാം. ഹോമകുണ്ടങ്ങളിൽ ജ്വലിച്ചുയരുന്ന അഗ്നിയുടെ നാവുകൾ, അതിലെരിഞ്ഞ് നഷ്ടമാകുന്ന അഹങ്കാരങ്ങൾ, ഷഡ്വൈരികൾ. ഇതം ന മമ എന്ന് ചൊല്ലി ഹവിസ് പകരുമ്പോൾ നാം ആ അനന്തശക്തി കാരുണ്യത്തിൽ ലയിക്കുകയാണ്. അഗ്നിയെല്ലാം സ്വീകരിക്കുന്നു. ജന്മാന്തര പുണ്യപാപങ്ങളുടെ ഭാണ്ഡങ്ങളെല്ലാം അഴിഞ്ഞ് സാധകൻ മുക്തനാകുന്നു. ചിത്താകുന്ന അഗ്നികുണ്ഠത്തിൽ നിന്നും സംഭൂതയായ സഹസ്ര സൂര്യശോഭയുള്ള അമ്മയെ സാക്ഷാത്കരിക്കുന്നു.
പടിഞ്ഞാറേ നടയിൽ നിന്ന് നെയ്ത്തിരി വിളക്കുകൾ എടുത്ത് ദീപം കൊളുത്തി നമുക്ക് അമ്മയ്ക്ക് സമർപ്പിക്കാം. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ എന്ന് പ്രാർത്ഥിക്കാം. ആ മഹാകൃപാകടാക്ഷത്തിൽ ഏത് അജ്ഞാനത്തിൻ്റെ, ഏത് ദുഃഖത്തിൻ്റെ, ഏത് സംസാരത്തിൻ്റെ ഇരുളാണ് മാഞ്ഞു പോകാത്തത്? ജീവിത വഴികളിലെ അനർഘമായ ജ്യോതിസാകുന്നു ശ്രീ മൂകാംബിക. മൂകാംബികയെ തൊഴുത് ഇടത്തോട്ട് നീങ്ങുമ്പോൾ ഗണേശ പ്രതിഷ്ഠയുണ്ട്. ഗണേശനെ വന്ദിച്ച് അമ്മയെ നമസ്കരിച്ച് ശങ്കരാചാര്യസ്വാമികളുടെ സാന്നിധ്യത്തിന് ആദരപ്രണാമങ്ങൾ അർപ്പിച്ച് പുറത്തു കിടക്കാം. ഒരു ദിനം പൂർണ്ണമായും മൂകാംബികയിൽ ചെലവഴിക്കാൻ ആകുമെങ്കിൽ എല്ലാ പൂജകളും ദർശിക്കാം. ശ്രീബലിയിൽ പല്ലക്കിൽ എഴുന്നള്ളുന്ന അമ്മയെ കാണാം. സ്വർണത്തേരിൽ ദർശനം നൽകുന്ന രാജരാജേശ്വരിയെ കാണാം. മനസ്സിൻ്റെ എല്ലാ തമസ്സും അകറ്റുന്ന ശ്രീചക്ര രാജസിംഹാസനേശ്വരിയെ കാണാം. അമ്മയ്ക്കൊപ്പം പ്രദക്ഷിണം വയ്ക്കാം. മതിപോരുവോളം നാമം ജപിക്കാം. സൗവർണികയുടെ നിർമ്മല പ്രവാഹത്തിൽ മുങ്ങിയുണരാം. വിമലാകാശങ്ങളിലേക്ക് ഉയർന്നുയർന്ന് ആയിരക്കണക്കിന് തിരുവെളിച്ചം പകരുന്ന മഹാദീപസ്തംഭത്തിൻ്റെ അനവധ്യ കാന്തി നുകരാം. ക്ഷേത്രത്തിന് പുറത്ത് പൂക്കൾ വിൽക്കുന്നവർ, പട്ടുവസ്ത്രങ്ങൾ, തിരുവുടയാടകൾ, അലങ്കാര വസ്തുക്കൾ എന്നിവ വിൽക്കുന്നവർ, ഭോജനശാലകൾ, അസംഖ്യം ലോഡ്ജുകൾ എല്ലാം ഭക്തരെ കാത്തിരിക്കുകയാണ്. രാവിലെ മുതൽ ഉച്ചയ്ക്ക് 2:45 വരെ കുടജാദ്രിയിലേക്ക് കുതിക്കുന്ന ജീപ്പുകളിൽ കയറി കുടജാദ്രി ശൃംഗത്തിൽ എത്താം. കോലാപുരേശ്വരിയുടെ മംഗളാരതിയിൽ, ചണ്ഡികാഹോമത്തിൽ, വിദ്യാരംഭത്തിൽ, കഷായ നൈവേദ്യത്തിൽ, നാമജപങ്ങളിൽ പങ്കെടുക്കാം. മധ്യാഹ്നത്തിലും രാത്രിയിലും ക്ഷേത്രം ഭോജനശാലയിൽ നിന്ന് ഭക്ഷണം കഴിക്കാം.
ഒട്ടേറെ ട്രെയിൻ സൗകര്യങ്ങളും ബസ് സൗകര്യങ്ങളും കൊല്ലൂരിലേക്ക് ഉണ്ട്. എപ്പോഴാണോ കൊല്ലൂരിലേക്ക് ഒന്നെത്താൻ മനസ്സ് കൊതിക്കുന്നത്, അത് മൂകാംബികാദേവിയുടെ വിളിയായി കേൾക്കുക. വൈകാതെ യാത്രയാകുക. വാത്സല്യവാരിധിയായ പരാശക്തി ഭക്തരെ കാത്തിരിക്കുന്നുണ്ട്. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ.